ബ്രിട്ടീഷുകാരനായ ചിത്രകാരൻ ബെഞ്ചമിൻ വെസ്റ്റ് 1872 ഇംഗ്ലണ്ടിലെ രാജാവായ കിങ് ജോർജ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ചിത്രകാരനാക്കി. ബെഞ്ചമിൻ വെസ്റ്റിൻ്റെ കുട്ടിക്കാലം, അദ്ദേഹത്തിൻ്റെ വീട് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ബെഞ്ചമിനെയും അവൻ്റെ അനുജത്തെയും വീട്ടിൽ തനിച്ചാക്കി അമ്മ പട്ടണത്തിൽ എന്തോ വാങ്ങാനായിട്ട് പോയി. സാധനങ്ങളെല്ലാം വാങ്ങി മടങ്ങി വരുന്ന അവൻ്റെ അമ്മ കാണുന്ന കാഴ്ച, അതിമനോഹരമായി പെയിൻറ് ചെയ്ത ആ ചുവരിലെല്ലാം കുഞ്ഞു ബെഞ്ചമിൻ ഇതാ ചിത്രങ്ങൾ വരച്ച് ആകെ വൃത്തികേടാക്കിയിരിക്കുന്നു. അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഒരു വടിയെടുത്ത് അവൻ അടിക്കാനായി ഇങ്ങനെ പിടിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ഈ ചിത്രങ്ങളിലേക്ക് ഉടക്കി. കുറച്ചുകൂടി സൂക്ഷ്മതയോടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞു ബെഞ്ചമിൻ വരച്ചത് അവൻ്റെ കുഞ്ഞനുജത്തി സാനിയയുടെ അതിമനോഹരമായ ചിത്രങ്ങളാണ്. ഇത് കണ്ട അമ്മയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കുഞ്ഞു ബെഞ്ചമിനെ അവർ കുറച്ചുകൂടി ഇങ്ങനെ വാരിപ്പുണർന്നു. ആ കവിളിൽ ഒരു ചുംബനം നൽകി. കുഞ്ഞു ബെഞ്ചമിൻ വളർന്നു വലുതായി ബെഞ്ചമിൻ വെസ്റ്റ് എന്ന വലിയ ചിത്രകാരനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. ആ ആത്മകഥയുടെ പേര് മൈ മദേഴ്സ് കിസ് മെയ്ഡ് മീ എ പെയിൻറ്റർ എന്നാണ്. എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ഒരു ചിത്രകാരനാക്കി. ഒരാളെ അയാളുടെ ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്കും അതിൻ്റെ സൗന്ദര്യങ്ങളിലേക്കും കൈപിടിച്ചുയർത്താനുള്ള ശേഷി ചുംബനത്തിനുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരാൾ അയാളുടെ പ്രാണസ്നേഹിതനോട് ഹൃദയം പൊട്ടി ചോദിച്ചു, കൂട്ടുകാരാ, നീ എന്നെ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുക? നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്കും നന്മകളിലേക്കും സൗന്ദര്യങ്ങളിലേക്കുമെല്ലാം കൈപിടിച്ചുയർത്താൻ ചുംബനങ്ങൾക്കാകും എന്നിരിക്കെ അതേ ചുംബനങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കടുത്ത വേദനയുടെ ആഴങ്ങളെയും മരക്കുരിശിൻ്റെ തീവ്ര നോവുകളെയും സമ്മാനിക്കാനുമാകും. നോമ്പിൽ ഒരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട്: നിങ്ങളുടെ ചുംബനങ്ങൾ എന്തിനുള്ളതാണ്?